വെൽക്കം ബാക്ക് ടു സിനി പീഡിക. നമ്മൾ വീണ്ടും ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് പാരഡൈസ് എന്ന് പറയുന്ന നാനി കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന സിനിമയാണ്. 2026 ചിത്രം റിലീസാകാൻ പോകുന്നത്. ആ സിനിമയുടെ ഒരു ഗ്ലിംസ് വീഡിയോ ഇപ്പം റിലീസായിട്ടുണ്ട്. എല്ലാ ഭാഷകളിലും ഉണ്ടെന്ന് തോന്നുന്നു. തമിഴ്, മലയാളം, തെലുങ്ക് എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മലയാളമാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം നമുക്ക് അതെങ്ങനെ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ശ്രീകാന്ത് ഒഠേല എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെയാണ് റൈറ്റിങ്ങും ഡയറക്ഷനും പുള്ളി തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അനിരുദ്ധ് രവിചന്ദ്രനാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഗ്ലിംസ് വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ ഒരു ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. ഇടയ്ക്ക് എന്തെങ്കിലും ചോരുന്ന പോലെ എന്തെങ്കിലും ഒരൊച്ച കേട്ട് കഴിഞ്ഞാൽ അത് സദയം ക്ഷമിച്ചുകൊള്ളുക. തൊട്ടടുത്ത് ബാത്റൂമുണ്ട്. നമ്മുടെ ഫ്രണ്ട് അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടെന്നിരിക്കും. അത് മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. യെസ്, ചരിത്രത്തിൽ പലരും കിളികളെയും പ്രാവുകളെയും പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതേ ഇനത്തിൽപ്പെട്ട കാക്കയെ പറ്റി ഒരുത്തനും ഒരു ചുക്കും എഴുതിയിട്ടില്ല. നെറുകെട്ടവന്മാര്. ഇത് വയറെരിയുന്ന കാക്കകളുടെ കഥ, കാലാകാലങ്ങളായി ചത്തു ജീവിക്കുന്നവരുടെ കഥ. പാൽ ചുരത്താനാകാത്ത അമ്മയുടെ മാറിലെ രക്തം കുടിച്ചു വളർന്ന കുലത്തിന്റെ കഥ. ഒരു വിപ്ലവകാരി വന്ന് അവരുടെ ആ കുലത്തിന് മുഴുവൻ ധൈര്യം കൊടുത്തു. തീണ്ടാനിറക്കുന്ന കാക്കകളെ കൊണ്ട് കയ്യിൽ കത്തിയെടുപ്പിച്ചു. ഇതാ കാക്കകളെയെല്ലാം ഒറ്റക്കെട്ടാക്കിയ ഒരു വേശ്യയ്ക്ക് പിറന്നവന്റെ കഥ. എന്റെ മകൻ നായകനായ കഥ. നിന്റെ ഒക്കെ അമ്മയുടെ മാർച്ചിലാണ് പടം. 2026 മാർച്ച് 26 പടം റിലീസ്. എന്തായാലും നല്ല തെറിയായിരുന്നു. ശ്രീകാന്ത് ഒഠേല, അതുപോലെ അനിരുദ്ധ് രവിചന്ദ്രനാണ് മ്യൂസിക്. GK വിഷ്ണുവാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. സൂപ്പറായിരിക്കും. വിഷ്ണുവിൻ്റെ നേരത്തെ പ്രൊജക്റ്റെല്ലാം ഗംഭീര സംഭവം തന്നെയാണ്. എന്തായാലും നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ആണെന്ന് തോന്നുന്നു. ദസറ എന്ന് പറയുന്ന നമ്മുടെ കീർത്തി സുരേഷ്, നാനിയൊക്കെ അഭിനയിച്ച സിനിമയായിരുന്നു ദസറ എന്ന് പറയുന്ന സിനിമ. അത്യാവശ്യം ഹിറ്റായൊരു പടമായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ സെയിം ടീമൊക്കെയാണ് ഇവിടെ വീണ്ടും വരാൻ പോകുന്നത്. 1980 നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് വിക്കിപീഡിയയിലൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വിഷ്വൽസും ഏകദേശം അതുപോലൊക്കെ ഒരു സംഭവമാണ്. ആദ്യത്തെ കുറേയൊക്കെ ഉള്ളത് കുറച്ച് AI സംഭവങ്ങളും ആനിമേഷൻ കണ്ടൻറ്റൊക്കെയാണ് മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത്. നാനിനെ കാണിക്കുന്ന ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ കുറച്ച് ഒറിജിനലായിട്ട് ഉള്ള ഷോർട്സൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം 2026 അടുത്ത വർഷം മാർച്ചിലാണ് പടം. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴേക്കും എന്തായിരിക്കും ഇവർ ഉദ്ദേശിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്തേക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും കൊള്ളാം. നല്ല തെറിയായിരുന്നു. അത് വീണ്ടും പറയുന്നു. അവരെ മ്യൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൊച്ചുകുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ സോറി. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.